ഈ രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് കേരളത്തിൽ പൊട്ടിയത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഒരേപോലെ പ്രതിഷേധ പ്രകടനത്തിൽ രംഗത്തുണ്ട്. ഒരുപാട് വോട്ടുകൾ, വ്യാജ വോട്ടുകൾ അവരെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് തെളിവ് സഹിതം രണ്ട് മുന്നണികളും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുമൊക്കെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപി ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ല അല്ലേ? സുരേഷ് ഗോപി പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്കിട്ട് പണിയാനായിട്ടാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. പക്ഷേ അത് ചീറ്റിപ്പോയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം 27 ദിവസം സുരേഷ് ഗോപി മണ്ഡലത്തിലില്ല, സുരേഷ് ഗോപിയെ കാണുവാനില്ല, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾ ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ഇന്ന് അവിടെ വന്നിറങ്ങി. 9:30 വന്ദേ ഭാരതിൽ അദ്ദേഹം വന്നിറങ്ങുന്നു. കഴിഞ്ഞ മാസം 17-നാണ് സുരേഷ് ഗോപി മണ്ഡലത്തിലുണ്ടായിരുന്നത്. ലാസ്റ്റ് മുദ്രാവാക്യം വിളികളോടെ BJP പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. വലിയ പോലീസ് സുരക്ഷയോടുകൂടിയാണ് അദ്ദേഹം എത്തിയത്. മാധ്യമങ്ങളോട് അദ്ദേഹം തൊഴുത് പറഞ്ഞു. കാത്തുനിന്ന BJP പ്രവർത്തകർ ധീര സുരേഷ് ഗോപി ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തി. അപ്പോൾ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. BJP പ്രവർത്തകരോട് ആവർത്തിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലുള്ള മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ് അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവർത്തകരെയൊക്കെ അദ്ദേഹം പോയി കണ്ടു. അവിടെ കരിയൂലൊഴിച്ച സംഭവമൊക്കെ നടന്നിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപലപനീയമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് മടങ്ങും വഴിയാണ് നന്ദി പറഞ്ഞുള്ള പ്രതികരണം വന്നത്. പിന്നാലെ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം തൊഴുതങ്ങ് പോവുകയായിരുന്നു. സഹോദരൻ്റെയും ഡ്രൈവറുടെയും വോട്ട് ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകിയില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോൾ BJP പ്രവർത്തകരുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ ഉള്ള ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എത്തിയെങ്കിലും അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. സുരേന്ദ്രനോട് കെ സുരേന്ദ്രനും ഇന്ന് അവിടെ എത്തി. അദ്ദേഹത്തോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇത്രയും 66,000 വോട്ടൊക്കെ കള്ളവോട്ട് ചേർക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ പോയി തൂങ്ങിച്ചാവ് എന്നാണ് പറഞ്ഞത് CPM-നോട്. കാരണം ഇത്രയും വലിയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് BJP ഒരു MLA പോലും ഇല്ലാത്ത BJP ഇവിടെ 66,000 കള്ളവോട്ടുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തോതിനായി ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെ പരിഹാസപൂർവമായ ഒരു മറുപടിയാണ് സുരേന്ദ്രനും ഉന്നയിച്ചത്. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ തകർക്കാൻ എല്ലാ ശ്രമങ്ങളും CPM-ൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഏശാതെ പോകുന്നൊരു കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത്? സുരേഷ് ഗോപിയെ തകർക്കാൻ എന്നുള്ളതല്ല, അവിടെ ഈ വ്യാജ വോട്ടുകൾ വ്യാപകമായിട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ തള്ളിക്കളയാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം ഒരു പ്രസന്ന എന്ന് പറഞ്ഞ ഒരു ലേഡി, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ 9 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, എനിക്ക് അവരെ ആരെയും അറിയില്ല. അത് അപ്പോൾ കള്ളവോട്ട് വ്യാജ വോട്ടുകളല്ലേ അത്. ആ വ്യാജ വോട്ടുകൾക്കെതിരെ എന്തുകൊണ്ട് പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നടപടി എടുക്കുന്നില്ല? നടപടി എടുക്കണം. അതുപോലെ തന്നെ അവിടെ പല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ ഇലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസ് ചില വോട്ടർ പട്ടികയിലെ ചില ആളുകളുടെ പേരിൽ സംശയം ഉന്നയിച്ചിരുന്നു. ആ സംശയം ഉന്നയിച്ചതിൽ അവർ കുറേ പേരുടെ പരാതി കളക്ടർക്ക് കൊടുത്തിരുന്നു. അതിൽ ഏകദേശം ഒരു ഫ്ലാറ്റിൽ അതായത് പൂങ്കുന്നത്ത് ശങ്കരംകുളങ്ങരയിലെ ഒരു ഫ്ലാറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ 79 പേര് ഒരു ഫ്ലാറ്റിൽ, വേറൊരു ഫ്ലാറ്റിൽ 38 പേര്, അങ്ങനെ 117ഓളം ആൾക്കാർ ചേർത്തതിനെ കുറിച്ച് ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അപ്പോൾ അവർ പരാതി കൊടുത്തത് അതിനകത്ത് ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരാരും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് ചേർത്തതിൽ കുറേ ആളുകൾ ഈ മറ്റേ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവർക്കൊക്കെ ആലത്തൂർ മണ്ഡലത്തിലും വോട്ടുണ്ട്, ഇവിടെയും വോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അവർ തൃശ്ശൂർ താമസിച്ചിരുന്ന വീട്ടിലും അതുപോലെ തന്നെ കൊല്ലത്തും ആൾക്കാർ ഇരട്ട വോട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് തിരുവനന്തപുരത്തും വോട്ടുണ്ടെന്ന് പറഞ്ഞു, ഇവിടെയും വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട്. വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു എന്നുള്ള ചോദ്യം സുരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുതാപരമായ ചോദ്യമാണ്. ഇത്ര വലിയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടും ഇത്ര വോട്ടുകൾ അവർക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് BJP-യുടെ പിഴവല്ല, ഇവരുടെ പിഴവാണത്. അത് ഇവരാണ് ശരിക്കും പറഞ്ഞത് കണ്ടുപിടിച്ചിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇത്രയും ഒരു സ്വാധീനമില്ലാത്ത ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടി ഭരിക്കുന്നത് CPM. അന്നേരം ഇത്രയധികം കള്ള വോട്ടുകൾ ചേർത്ത് ഇപ്പം BJP പറയുന്നത് ഇപ്പോൾ 70,000 വോട്ടും 70-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷേ ഇത്ര വോട്ട് എന്തായാലും ചേർക്കാൻ പറ്റില്ല, ചിലത് പിഴ ഉണ്ടായിട്ടുണ്ടാകാവുന്ന രീതിയിൽ അവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം
LDF-നല്ലേ അതിനെ LDF അല്ലല്ലോ, LDF എങ്ങനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം വരുന്നത്? അല്ല, LDF-എന്ന് പറഞ്ഞാൽ അവരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തേണ്ടതല്ലേ ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ആണെങ്കിൽ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഒരുപോലെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BLMR ബൂത്ത് ലെവൽ ഓഫീസർമാരെ BJP ഹൈജാക്ക് ചെയ്തു എന്നാണ്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കും അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കാതെ വോട്ട് ചേർക്കാൻ വേണ്ടി സമ്മതിച്ചു. അതിനുള്ള അനുവാദം അല്ല, പക്ഷേ വേറൊരു കാര്യം, ഈ പറയുന്നത്. നമ്മളിപ്പം ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ബൂത്തിലും 3 പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടാവും. അവർക്ക് കൃത്യമായി അവിടെ ആ ബൂത്തിൻ്റെ ആളുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാകും. അവിടെയാണ് പ്രശ്നം. അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര വലിയ ധാരണയുണ്ടെങ്കിലും ടൗൺ കേന്ദ്രീകരിച്ച് ഒരു ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളെ വ്യക്തിപരമായിട്ട് അറിയണമെന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ, അതായത് വോട്ട് ചേർത്തവർക്കുള്ള അഡ്വാൻറ്റേജും മറ്റുള്ള പാർട്ടികൾക്കുള്ള ഡിസഡ്വാൻറ്റേജും അതിനകത്ത് അതാണ്. പക്ഷേ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പഞ്ചായത്തുകളിലൊക്കെ ക്രമക്കേട് നടന്നിട്ടുള്ളത് പഞ്ചായത്തുകളടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ, അല്ലാതെ ടൗൺ ഇവിടെ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ട്. അതിനുള്ള സാധ്യതകൾ ഉണ്ട്, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. പക്ഷെ BJP അത് വളരെ തന്ത്രപരമായിട്ട് അവർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവരെ മിടുക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അവർ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ട് 5 വർഷക്കാലം സുരേഷ് ഗോപിയോടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർ സ്ട്രാറ്റജി ഉണ്ടാക്കി കൂടുതൽ ആൾക്കാർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ഇവരുടെ കഴിവുകൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് BJPയുടെ അവിടുത്തെ അവരുടെ സ്ട്രാറ്റജി എങ്ങനെ പ്ലാൻ ചെയ്തോ, ഏതൊക്കെ ഫ്ലാറ്റുകൾ അടഞ്ഞു കിടക്കുന്നത്, ഇവർക്ക് ഈ വോട്ടർ പട്ടിക കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് അറിയാലോ ഏതൊക്കെ ഫ്ലാറ്റുകളിലെ ആൾക്കാരില്ല. അപ്പോൾ ഇവർ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടില്ല. ഫ്ലാറ്റുകൾ സാധാരണ ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ വീടുകളിൽ വരും. അപ്പോൾ അവർ സ്ലിപ്പ് ഇത് നോക്കും, വോട്ടർ പട്ടിക നോക്കും, ഇവിടെ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, 3 പേർക്ക് പേര് താമസിക്കാം, 3 പേരുടെ പേര് നോക്കും. ഓക്കെ, ഇന്ന ആൾക്കാർ സ്ലിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ലിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇനി ബൂത്ത് പോയിട്ടാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് സ്ലിപ്പ് അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ ഈ 3 പേര്, അപ്പോൾ 3 പേരാണ് അവിടെ നിന്ന് അറിയാം. ഈ പരാതി പറഞ്ഞ പ്രസന്നയുടെ വീട്ടിൽ LDF-കാരും പോയിട്ടില്ല, UDF-കാരും പോയിട്ടില്ല. അവർ പോയിരുന്നെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റുമല്ലോ, പ്രസന്നയുടെ വീട്ടിൽ 7 പേരില്ല, അല്ലെങ്കിൽ 9 പേരില്ല, ഒരാൾ മാത്രമേ അവിടെ താമസമുള്ളൂ, ഇത്രയും പേര് വോട്ട് എക്സ്ട്രാ ചേർത്തതാണ്, വ്യാജമാണെന്നുള്ള അന്നേരം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ടൗൺ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇവർ 2 പാർട്ടിക്കാരും പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ 2 പാർട്ടിക്കാർ ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടൊക്കെ നോക്കിയിട്ടൊക്കെ ഇവർ ചെയ്തിരുന്നുവെങ്കിൽ അന്ന് ഇലക്ഷൻ പ്രചരണത്തിനെങ്കിലും വോട്ടഭ്യർത്ഥിച്ചെങ്കിലും പോയിരുന്നുവെങ്കിൽ ഈ വ്യാജ വോട്ടുകൾ അന്നേ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവർക്ക് സംശയം തോന്നുന്ന കുറച്ച് വോട്ടുകളെ കുറിച്ച് മാത്രമാണ് കളക്ടർക്ക് പരാതി കൊടുത്തത്. കളക്ടർ ആ പരാതി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. പക്ഷേ വ്യാപകമായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട് എന്നുള്ളത്. ഇരട്ട വോട്ടുകളൊക്കെ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. ഇരട്ട വോട്ടുകളൊന്നും ആ സമയത്ത് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ 11 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഈ 11 വോട്ടുകൾ പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിലില്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ BJP അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ കഴിവാണ്. ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള അവരുടെ സ്ട്രാറ്റജിയാണ് അത് ചെയ്തത്. ആ സ്ട്രാറ്റജി ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ. അതെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാൻ ഇവർ 2 മുന്നണികൾക്കും കഴിഞ്ഞില്ല. 2 മുന്നണികളുടെയും പിഴവാണത്. അപ്പോൾ BJP അവിടെ ചെയ്ത ഒരു കാര്യത്തിൽ അവരൊരു സ്ട്രാറ്റജി വർക്കൗട്ടാക്കി അവർ കേരളത്തിൽ നിന്ന് ഒരു MPയെ കൊടുക്കണം തീരുമാനിച്ചു. അത് സുരേഷ് ഗോപി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. ഈ രണ്ട് പേരായിരുന്നു അവരുടെ ടാർഗറ്റ്. അത് രാജീവ് ചന്ദ്രശേഖറും ടൈറ്റ് ഫൈറ്റ് കൊടുത്തു. പക്ഷേ അവസാന നിമിഷം വഴുതി പോയെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം ഇത്രയും വന്നപ്പോൾ തന്നെ ഇവർ സംശയം പറഞ്ഞിരുന്നു, ഇത്രയും BJPക്ക് വളർച്ച അവിടെ ഇല്ല എന്നുള്ളത്. പക്ഷേ അത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഇവരുടെ പിഴവാണ്. BJPയുടെ വിജയവുമായിട്ട് കണക്കാക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.